രുചികരവും പോഷക സമൃദ്ധവുമായ ഒരു ഉഷ്ണമേഖലാ പഴത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ എക്സോട്ടിക് പ്ലാന്റിന് ധാരാളം ആരോഗ്യ ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് ചെറി മാംഗോസ്റ്റിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റിൻ. ഇതിന്റെ ശാസ്ത്രീയ നാമം ഗാർസീനിയ ഇന്റർമീഡിയ. ചില പ്രദേശങ്ങളിൽ ഇത് മങ്കി ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്നു. കസ്റ്റാറിക്കയിൽ ജോർക്കോ, സ്പാനിഷിൽ മമൈറ്റോ, ഫിലിപ്പീൻസിൽ ബെർബ എന്നും പോർട്ടുഗീസിൽ അച്ചാചെരു എന്നും ഇതിനെ വിളിച്ചു വരുന്നു. എന്നാൽ വലുതും വൃത്താകൃതിയുള്ളതും മുട്ടയുടെ ആകൃതിയിലുള്ള ബൊളേവിയയിൽ നിന്നുള്ള മറ്റൊരിനമായ ഗാർസീനിയ ഹുമിലീസിനും അച്ചാചെരു എന്ന പേര് ഉപയോഗിക്കുന്നു. ചെറി മാംഗോസ്റ്റിൻ എന്ന എക്സോട്ടിക് ചെടിയുടെ സവിശേഷത വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യ ഉപയോഗം, പുനരുൽപാദനം, ഭക്ഷ്യോപയോഗം ഇവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇനം തെക്കൻ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും ഒരുപക്ഷെ വടക്കു പടിഞ്ഞാറൻ തെക്കേ അമേരിക്കയിലോ ആണ് ജന്മമെടുത്തത്. ഏഷ്യയിലും ആഫ്രിക്കയിലും ഈ വൃക്ഷം ഒരു അലങ്കാര വൃക്ഷമായും ഫലവൃക്ഷമായും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ബെർലിസ്, കോസ്റ്റാറിക്ക, ഇക്വഡോർ, എൽ സൽവഡോർ, മെക്സിക്കോ, പനാമ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇത് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നു. ഇതൊരു ഹാർഡ്വുഡ് സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഈ തടി ചിതലുകൾ പോലുള്ള പ്രാണികളെ പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ ടൂൾസ് ഹാൻഡിലുകൾ, ഫെൻസ് പോസ്റ്റുകൾ, താൽക്കാലിക റെയിൽ റോഡ് എന്നിവയുടെ നിർമ്മാണങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിന്റെ പുറംതൊലിയിൽ ധാരാളം ടാനിനും അടങ്ങിയിരിക്കുന്നു. ഈ മരത്തിന്റെ ഒതുക്കമുള്ള വലിപ്പവും ആകൃതിയും ഒപ്പം ഇതിന്റെ സമൃദ്ധമായ സസ്യജാലങ്ങളും കാരണം ഇത് വീട്ടുതോട്ടങ്ങളിൽ ഫലവൃക്ഷമായും അലങ്കാര വൃക്ഷമായും വളർത്തുന്നു. സ്ഥലപരിമിതിയുള്ളവർക്ക് പ്രൂൺ ചെയ്ത് ചട്ടിയിലും വളർത്താം. അതിവേഗം വളരുന്ന ഒരു വൃക്ഷമാണിത്. ഏകദേശം 5 മീറ്റർ ഉയരത്തിൽ വളരുന്നു. എന്നാൽ പ്രാദേശിക വനങ്ങളിൽ ഇത് 30 മീറ്റർ വരെ ഉയരത്തിൽ വളർന്ന് കാണപ്പെടുന്നു. സാധാരണയായി പൂന്തോട്ട സാഹചര്യങ്ങളിൽ വളർത്തുകയാണെങ്കിൽ പരമാവധി 10 മീറ്റർ വരെ ഉയരത്തിൽ മാത്രമേ ഇത് വളർന്ന് കാണപ്പെടുന്നുള്ളൂ. ഇതിന്റെ പുറംതൊലി കടും തവിട്ട് നിറമാണ്. അതോടൊപ്പം മിനുസമാർന്നതുമാണ്. ഈ മരത്തിന് മുറിവേറ്റാൽ മഞ്ഞ കലർന്ന ഒരു സ്രവം പുറത്തു വരുന്നു. ഇതിന്റെ ഇലകൾ ദീർഘവൃത്താകൃതിയിലോ കുന്താകൃതിയിലോ ആയ 6 മുതൽ 11 സെന്റിമീറ്റർ വരെ നീളമുള്ള കടും ചുവപ്പ് നിറത്തിൽ നിന്ന് ഇളം പച്ച നിറത്തിലുള്ള അടിവശങ്ങളുമായി കടും തിളങ്ങുന്ന പച്ചയായി മാറി കട്ടിയുള്ള തുകൽ പോലെ കാണപ്പെടുന്നതുമാണ്. ഇത് ശാഖകളുടെ അറ്റത്ത് ജോഡികളായി വളർന്ന് എല്ലാ സീസണിലും പൊഴിയാതെ നിൽക്കുന്ന ഇലയാണ്. ഓരോ പ്രാദേശിക സ്ഥലത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് പൂക്കുന്ന കാലയളവും വ്യത്യാസപ്പെടാം. ഇതിന്റെ ഇലകൾക്ക് താഴെ ഇടതൂർന്ന പച്ച കലർന്ന അല്ലെങ്കിൽ വെള്ള പൂക്കൾ കാണപ്പെടുന്നു. ഇത് 1.5 മുതൽ 2 സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകാം. ഒരേ ചെടിയിൽ തന്നെ ആൺപൂക്കളോ അല്ലെങ്കിൽ ആണും പെണ്ണും കലർന്ന പൂക്കൾ ഉണ്ടാകുന്നു. വരണ്ട സീസണിലാണ് ഇത് പൂക്കുന്നത്. ബീജസങ്കലനം നടന്ന ഇതിന്റെ പൂക്കളിൽ 2.5 മുതൽ 3 സെന്റിമീറ്റർ വരെ വ്യാസമുള്ള ചെറിയ വൃത്താകൃതിയിലോ മുട്ടയുടെ ആകൃതിയിലോ ഉള്ള പഴങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ കായ്കൾ മുളച്ച് ഏകദേശം 3-4 മാസത്തിനു ശേഷം അത് പാകമാവുകയും പഴുക്കുമ്പോൾ നല്ല ഓറഞ്ച് അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലാവുകയും ചെയ്യുന്നു. ഇതിന്റെ തൊലി കനം കുറഞ്ഞതും തുകൽ പോലെ എളുപ്പത്തിൽ നീക്കം ചെയ്യാവുന്നതുമാണ്. അതിനുള്ളിൽ നേർത്തതും വെളുത്തതുമായ പൾപ്പിനോടൊപ്പം 1-2 വിത്തുകളും കാണും. ഈ വിത്തുകൾ നീക്കം ചെയ്ത് ഇതിന്റെ പൾപ്പ് കഴിക്കുന്നു. ഈ പൾപ്പ് താരതമ്യേന കുറവാണെങ്കിലും ഇത് ഉന്മേഷദായകവും സുഗന്ധവുമുള്ള ഒരു ഭക്ഷണമാണ്. മധുരത്തോടൊപ്പം ഇതിന് ചെറുതായി പുളിപ്പുമുണ്ട്. ഈ പഴങ്ങൾ വളരെ പെട്ടെന്ന് നശിക്കുന്നതാണ്. വിളവെടുപ്പിന് ശേഷം ഉടൻ തന്നെ കഴിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഗുണങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നതാണ്. ഈ ചെടി ഈർപ്പമുള്ള ഉഷ്ണമേഖലാ താഴ്ന്ന പ്രദേശങ്ങൾ മുതൽ മധ്യ ഉയർന്ന പ്രദേശങ്ങൾ വരെയുള്ള കാലാവസ്ഥയിൽ സ്വാഭാവികമായി വളരുന്നു. മഞ്ഞുരഹിത പ്രദേശങ്ങളിൽ 17 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 27 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ വാർഷിക ഉയർന്ന താപനില, 26 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും വാർഷിക മഴ 1200 മുതൽ 4000 മില്ലിമീറ്റർ വരെയും ഇത് വളരുന്നു. എന്നാൽ 4 മാസത്തിൽ കൂടുതൽ വരണ്ട കാലാവസ്ഥയെ ഈ ചെടി അതിജീവിക്കില്ല. ഒപ്പം ചെറിയ തണുപ്പിനെ അതിജീവിക്കുമെങ്കിലും അതിശൈത്യത്തിൽ വളരുന്നുമില്ല. ചൂട് താപനിലയും ഉയർന്ന ആർദ്രതയുമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥകളിൽ ചെറി മാംഗോസ്റ്റിൻ തഴച്ചു വളരുന്നു. ഇത് നന്നായി വരണ്ട ഫലഭൂയിഷ്ഠ മണ്ണാണ് ഇഷ്ടപ്പെടുന്നത്. മിതമായ അമ്ലവും ന്യൂട്രൽ സ്വഭാവവുമുള്ള നീർവാർച്ചയുള്ള കളിമണ്ണ്, പശ്ചിമരാശി മണൽ കലർന്ന മണ്ണ് ഇവയിലൊക്കെ ഈ ചെടി നന്നായി വളരുന്നു. 6 മുതൽ 7 വരെയുള്ള pH ലെവലാണ് ഏറ്റവും അനുയോജ്യം. വരണ്ട സമയങ്ങളിൽ കൂടുതൽ ഫലോൽപാദനത്തിന് ഇതിനെ നനച്ചു കൊടുക്കേണ്ടതാണ്. ഓപ്റ്റിമൽ വളർച്ചയ്ക്കും കായ് ഉൽപാദനത്തിനും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. എന്നാൽ ഭാഗിക തണലിലും ഈ വനം വളരും. ഈ മരം നട്ട് 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഫലോൽപാദനം തുടങ്ങും. ചില സന്ദർഭങ്ങളിൽ ഈ സമയപരിധി കൂടാനും ഇടയുണ്ട്.
ഈ ചെടിക്ക് വളപ്രയോഗം നടത്തേണ്ടത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഒപ്റ്റിമൽ ഫലോൽപാദനത്തിനും അത്യന്താപേക്ഷിതമാണ്. ഫലവൃക്ഷങ്ങൾക്കോ ഉഷ്ണമേഖലാ സസ്യങ്ങൾക്കോ രൂപപ്പെടുത്തിയ സമീകൃത വളം ഉപയോഗിക്കാം. NPK അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഏകദേശം 8:3:9 എന്ന അനുപാതത്തിൽ അല്ലെങ്കിൽ സമാനമായ വളവോ തിരഞ്ഞെടുക്കാം. സജീവമായി വളരുന്ന സമയത്ത് സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലും ഈ ചെടിക്ക് വളം നൽകുക. പ്രവർത്തനരഹിതമായ സീസണിലോ വേനൽക്കാലത്തിന്റെ അവസാനത്തിനോ വളപ്രയോഗം ഒഴിവാക്കുക. മരത്തിന്റെ പ്രായം, വലിപ്പം, പ്രത്യേക പോഷകാവശ്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് വളം നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരണമായി വളം നൽകുക. മുതിർന്ന മരങ്ങളെ അപേക്ഷിച്ച് ഇളം മരങ്ങൾക്ക് ചെറിയ അളവിൽ മാത്രം വളം മതിയാകും. മരത്തിന്റെ ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം തുല്യമായി വിതറുക. ഇലകളും തണ്ടുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി പോഷകങ്ങൾ മണ്ണിലേക്ക് തുളച്ചു കയറാനും വേരിലേക്ക് ആഗിരണം ചെയ്യാനുമായി വളം നൽകിയതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ നൽകാം. പക്ഷേ അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. അത് അമിതമായ പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്കോ മണ്ണിൽ ലവണങ്ങൾ അടിഞ്ഞുകൂടുന്നതിനോ ഇടയാക്കിയേക്കാം. വൃക്ഷത്തിന്റെ വളർച്ചയും പോഷക ആവശ്യകതകളും അനുസരിച്ച് വളപ്രയോഗം ക്രമീകരിക്കുക. ചെറി മാംഗോസ്റ്റിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഫ്രൂട്ട് ഈച്ച, മെലിബഗുകൾ, മുഞ്ഞ, ചെതുമ്പൽ പ്രാണികൾ, ആന്ത്രാക്നോസ്, റൂട്ട് ചീയൽ, വിഷമഞ്ഞ്, ബാക്ടീരിയൽ ഇലപ്പുള്ളി എന്നിവയാണ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. ചെറി മാംഗോസ്റ്റിന്റെ പുതിയ ചെടികൾ സാധാരണയായി വിത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വിത്തുകൾ ഉണങ്ങിയാൽ ഇവയുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടും. പക്ഷേ ഈർപ്പം നിലനിർത്തിയാൽ മാസങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് കായ്ക്കുള്ളിൽ നിന്നും നീക്കം ചെയ്താൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നടേണ്ടതാണ്. ഇതിന്റെ തണ്ടുകൾ വെട്ടിയെടുത്ത് ലെയർ ചെയ്തും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സ്ആപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ മാംഗോസ്റ്റിൻ പഴം മധുരവും ചെറിയ പുളിപ്പുമുള്ളതാണ്. അതിന് ചെറി, മുന്തിരി, ലിച്ചി എന്നിവയെ അനുസ്മരിപ്പിക്കുന്ന രുചിയാണ്. ഇത് ഉന്മേഷദായകവും മനോഹരമായ സുഗന്ധവുമുള്ളതാണ്. ഈ പഴത്തിന് കലോറി കുറവാണ്, പക്ഷേ വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടവുമാണ്. ഇതിൽ ഗണ്യമായ അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഈ ചെറിയ മാംഗോസ്റ്റിൻ സാധാരണ ലഘു ഭക്ഷണമാക്കി ഫ്രഷായി കഴിക്കുന്നു. അതുകൂടാതെ ഫ്രൂട്ട് സലാഡുകൾ, മധുര പലഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ മധുരവും പുളിപ്പുമുള്ള രുചി വിവിധ വിഭവങ്ങൾക്ക് വളരെ നല്ല സ്വാദ് നൽകുന്നു. ഇത് തനിച്ചോ മറ്റു പഴങ്ങളുമായി ചേർത്തോ കഴിക്കാം. പക്ഷേ ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവരുടെ ഭക്ഷണത്തിൽ ഈ ചേരുവകൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടി ആലോചിക്കേണ്ടതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നു. ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഇതിന്റെ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വീക്കവും കുറയ്ക്കും. അത് കാരണം വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യതയും കുറയുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ ക്രമമായ മലവിസർജനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മലബന്ധം തടഞ്ഞ് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ സൃഷ്ടിക്കുന്നു. അതുകൂടാതെ ഫൈബർ ഗുണം ചെയ്യുന്ന ബാക്ടീരിയയെ കുടലിൽ വളർത്തി കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ദഹന സംബന്ധമായ തകരാറുകൾ പരിഹരിക്കുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൽ കാണപ്പെടുന്ന സംയുക്തങ്ങൾ വിശപ്പ് കുറയ്ക്കുകയും കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പായി മാറുന്നത് തടഞ്ഞ് ശരീരഭാരം കുറയ്ക്കും എന്നാണ്. ഇതിൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെങ്കിലും ഇതിലടങ്ങിയ കുറഞ്ഞ കലോറിയും പോഷക സമ്പന്നമായ സ്വഭാവവും ശരീരഭാരം കുറയ്ക്കാനുള്ള ഭക്ഷണത്തിന് അനുയോജ്യമായി തീരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ചില സംയുക്തങ്ങൾക്ക് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ ഉണ്ടായേക്കാം. ഇത് ശരീരത്തിലെ വീക്കം കുറച്ച് സന്ധിവാതം, കോശജ്വലനം, മലവിസർജനം തുടങ്ങിയ അവസ്ഥകളെ ലഘൂകരിക്കാനും സാധിക്കും. ചെറിയ മംഗോസ്റ്റിൻ രുചികരവും പോഷക സമ്പുഷ്ടവുമായ ഒരു പഴമാണ്. ഇത് പല ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇതുപോലുള്ള വിവിധ തരം പഴങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ നല്ലതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സ്ആപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. എക്സോട്ടിക് പ്ലാന്റായ ചെറി മാംഗോസ്റ്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെ കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.